നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നമ്മുടെ സ്കൂളിന്റെ അവിടെയാണല്ലേ? അതെ, സ്കൂളിന്റെ അവിടെയാണ്. അപ്പൊ ഇന്ന് പണിയില്ല, പക്ഷെ ഇതിന്റെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. കുറെ ആയല്ലോ സ്കൂളിന്റെ വീഡിയോ ഇട്ടിട്ട്. അപ്പം അപ്ഡേഷൻസ് ഒക്കെ അരുണേട്ടൻ പറയും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സ്കൂളിൻ്റെ പണിയാണ് സൺഡേയിൽ പണി. സൺഡേ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും പള്ളിയിൽ പോരും, അല്ലെങ്കിൽ സൺഡേ ഒരു റെസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇവരെ നമ്മളോട് പറഞ്ഞു വെച്ചാൽ തിങ്കൾ മുതൽ വെള്ളി വരെ പണിയെടുക്കുക, അങ്ങനെയാണ് പ്ലാനിങ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഞങ്ങൾ പറയാം, ഇവിടുത്തെ വില്ലേജിനെ വ്യത്യാസം വെച്ച് നമുക്ക് ഒരു ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റില്ല. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫൂട്ടിങ് ഒക്കെ ചെയ്ത്, അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് ലെവലായി വൃത്തിയായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബ്രിക്ലേഴ്സിനെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ബ്രിക്സ് ഇവരിങ്ങനെ ആവശ്യത്തിന് കൊണ്ടുവരുന്നത്, ബ്രിക്സ് തീരുമ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വില്ലേജ് ചെയ്യുന്നത്. ഹോസ്കട്ട് ഉപയോഗിച്ചിട്ട് അതുപോലെ നമ്മളിപ്പോ 1-2 ട്രിപ്പ് ബ്രിക്സിന്റെ അടിച്ചു കൊടുത്തു. അതെ, നമ്മൾ ട്രക്ക് വെച്ചു. അതേപോലെ സാൻഡ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, വണ്ടിയിൽ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. സോയില് ഇപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇന്റർലോക്ക് ബ്രിക്സ് ഉണ്ടാക്കാനും ഒക്കെ നോക്കണ്ട. അപ്പം ഒരു 3 ട്രിപ്പ് നമ്മൾ സോയിൽ അടിച്ചു, അതേപോലെ 2 ട്രിപ്പ് നമ്മൾ ബ്രിക്സ് അടിച്ചു, പിന്നെ സാൻഡിന് ഒരു ട്രിപ്പ് അടിച്ചു. ഒക്കെ ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള 5 ടണർ, 10 ടണർ അല്ല 5 ടണറും 3 ടണറും ഒക്കെ ചെറിയ ചെറിയ വണ്ടികളുള്ളൂ. പിന്നെ പഴയ വണ്ടികളാണ്, വില്ലേജിലെ വണ്ടികളൊക്കെ. കാരണം അതിനകത്ത് ഒരുപാട് ലോഡ് എടുക്കാനും പറ്റില്ല. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ നിങ്ങൾ വിചാരിക്കും കുറച്ച് മാർക്കറ്റ് ഏരിയ എന്നൊക്കെ ഒരെണ്ണം വിളിച്ചിരുന്നത്, പക്ഷെ അതൊക്കെ ഭയങ്കര ദൂരെയാണ്, ഭയങ്കര എക്സ്പെൻസീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, നമുക്ക് താങ്ങാൻ കഴിയും. നമ്മൾ ഒരു 15,000-20,000 രൂപയൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് വേണ്ടി നമ്മുടെ ഇന്ത്യൻ രൂപ വെച്ച് കണക്ട് ചെയ്യണം. അത് ഇവിടെ ഭയങ്കര ഫ്യൂവലിനൊക്കെ ഭയങ്കര ചാർജും ഒക്കെ ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസീവാണ് ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചാൽ ലോ കോസ്റ്റിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്രൗഡ് ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ അറിയില്ല, നമ്മൾ 1-2 ആളുകൾ മാത്രം കൂടി ചെയ്യുന്ന ചെറിയ പരിപാടികളാണ് ഇത്. അപ്പോൾ വലിയ വലിയ ഫണ്ടിങ് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന പരിപാടിയല്ല. അങ്ങനത്തെ പരിപാടികൾ ഏറ്റെടുക്കില്ല കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് പറ്റും. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു മാതൃക ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഇവിടുത്തെ ആളുകൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ആൾക്കാർ കുറച്ച് മടിയന്മാരാണ്. ഇവർ ഇങ്ങനത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ഹെൽത്തിനെ കുറിച്ചോ ഒന്നും അത്രമാത്രം ബോധേഡല്ല. അപ്പോൾ ഇവരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുവന്ന് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതുകൊണ്ടുള്ള ബെനിഫിറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വന്നെങ്കിൽ മാത്രമാണ് അവരിനകത്തേക്ക് ഇൻവോൾവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ചിസലയിൽ നമ്മുടെ സ്കൂൾ ഉണ്ടാക്കിയ സമയത്ത് 1.5 വർഷം സമയം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഒരു സ്കൂൾ തീർന്നപ്പോൾ എല്ലാവരും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും അത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ സ്കൂൾ ഉണ്ടാക്കിയത്. ഞങ്ങളല്ല, ഞാനും സുമിയൊക്കെ വെള്ളം ഏറ്റിക്കൊണ്ടുവന്നിട്ടുണ്ട്. ചില സമയത്ത് വില്ലേജസ് വരില്ല, അവർ വേറെ വല്ല പരിപാടിക്കും പോകും. അപ്പം നമ്മൾ സ്വന്തം വെള്ളം എടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കട്ട എടുത്തുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സ്കൂൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ അടുത്തൊരു വില്ലേജ് വന്ന് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ നമ്മള് ഈ ഫൗണ്ടേഷന് വേണ്ടി തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ ഒന്നും ഉണ്ടാകൂല. ഒരു 3 മാസത്തോളം ആയിട്ടുണ്ടാകും നമ്മൾ ഇവിടെ വന്ന് ഡിസ്കഷനും ഇവർക്ക് പറഞ്ഞു കൊടുക്കാനും എന്താണ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്, കുട്ടികളെ വിടണം, എത്രങ്ങാനും മീറ്റിങ്ങുകളാണ് അറിയുന്നത്. അതൊന്നും നമ്മൾ അധികം ഒന്നും വീഡിയോ ആക്കില്ല. ചില മീറ്റിംഗ് മാത്രമേ നമുക്ക് ആക്കിയിട്ടുള്ളൂ. കാരണം എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ബോറടിക്കില്ല എപ്പോഴും മീറ്റിംഗ് കാണിക്കുമ്പോൾ. അതാണ് നമുക്ക് വീഡിയോസും സ്കൂളിനെ പറ്റി കുറച്ച് കുറയുന്നത്. കാരണം ഡിസ്കഷൻസ് ആണ് കൂടുതലുള്ളത്. അപ്പം ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടല്ലോ, വലിച്ചു നീട്ടാതെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയുടെ ഭാഗങ്ങൾ കണ്ടുകൊണ്ട് തന്നെ പറയാനാണ്. കുറച്ച് വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ ഒരു ലെയർ ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് ഫൗണ്ടേഷൻ സ്റ്റെപ്പ്. ഇതിൻ്റെ മേളിൽ നമ്മളിനി എന്താ പറയുക, കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനത് കാണിച്ചുകൊണ്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ആഫ്രിക്കയിൽ നിർമ്മിക്കാൻ പോകുന്ന നമ്മളുടെ ഒരു എന്താ പറയുക, ബനിയൻഡോ എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്. ബനിയൻഡോ വില്ലേജാണ്. ഈ ബനിയൻഡോ വില്ലേജിൽ ബനിയൻഡോ സെക്കൻഡറി സ്കൂളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ബനിയൻഡോ പ്രൈമറി സ്കൂൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് പിന്നെ വേറെ സെക്കൻഡറി സ്കൂളൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ച് നൽകുക എന്ന് വിചാരിച്ചത്. ഈ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ച് നൽകുക എന്ന് വിചാരിക്കേണ്ട പ്രധാന കാരണം എന്തായിരുന്നു അറിയോ? അതായത് ഇവിടുത്തെ കുട്ടികൾ ഈ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ 1 മുതൽ 8 വരെയുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പെൺകുട്ടികൾ വീട്ടിൽ, അവർക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പെൺകുട്ടികളുടെ കാര്യത്തിലായിരുന്നു. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഇത് കഴിയുമ്പോഴത്തേക്കും മാരീഡ് ആവാതെ തന്നെ പ്രഗ്നൻസി ആവുക, കുട്ടികളാവുക, പിന്നെ ആ കുട്ടികളെ നോക്കുക, അങ്ങനെ അവരുടെ ജീവിതം ഒന്നുമില്ലാതായി പോകുന്നൊരു സിറ്റുവേഷൻ. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു ചർച്ചയിനിടയ്ക്ക് പറഞ്ഞ കാര്യമാണ് അവർ എണീച്ച് ഇങ്ങനെ ഓരോ വില്ലേജ്, ഞങ്ങൾ വില്ലേജ് വിസിറ്റ് ചെയ്യുന്നു. ഇങ്കൂസി വില്ലേജ്, നമ്മൾ കിണർ നിർമ്മിക്കുന്ന വില്ലേജ്. അവിടുത്തെ ചീഫ് എണീച്ച് എന്ന് പറഞ്ഞ കാര്യമാണ്, ഞങ്ങളുടെ കുട്ടികളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരു സെക്കൻഡറി സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ അവർ വിദ്യാഭ്യാസം പാതുവഴിയിൽ നിന്ന് പോകുന്നു. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെയാണല്ലോ, ഈ വില്ലേജസാണ്. ഇവിടെ അറിയാമല്ലോ, നമ്മുടെ പണ്ട് കാലത്തൊരു അവസ്ഥ, നമ്മളൊരു 30-40 വർഷം പുറകിലെ കേരളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. കുഞ്ഞു വീടുകളുമൊക്കെയാണ്. വിദ്യാഭ്യാസമില്ലാത്ത പാരൻസാണുള്ളത്. ഒരു 90% വില്ലേജുകളിൽ ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ജീവിത നിലവാരവും സിറ്റുവേഷൻ അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്.
ഇപ്പം നമ്മൾ ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ എന്താ പറയുക ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളിലൂടെ കുട്ടികളുണ്ടാകുക. അതായത് മാരേജ് അല്ലാതെ തന്നെ ഇവർ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള പ്രണയവും അതിനിടെ കൂടെ കുട്ടികളാവുകയും പിന്നെ ആൺകുട്ടികൾ ഏതെങ്കിലും വഴി പോവും, പിന്നെ ആ കുട്ടികളും അവരുടെ പേരൻസും സ്ട്രഗിൾ ചെയ്യുന്നു, കുട്ടികളെ നോക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥ. അതിനൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസം ഇല്ലാത്തതാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത് തന്നെ. അപ്പോൾ സ്കൂൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മലാവിഡറിൻ്റെ സ്കൂൾ നിർമ്മാണം എന്ന് പറയുന്നത്, സ്കൂൾ നിർമ്മാണം എന്നല്ല, മലാവിഡറി എന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെറിയ ഫണ്ട് ഉപയോഗിച്ച്, അതായത് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇവർക്ക് ഇപ്പോൾ പണമില്ല. അപ്പോൾ പണമില്ല എന്ന് പറയുമ്പോൾ സിമെൻറ്റ് മേടിക്കാനാണ് പൈസ ഇല്ലാത്തത്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിനാണ് പൈസ ഇല്ലാത്തത്, സ്റ്റീൽ മേടിക്കാനാണ് പൈസ ഇല്ലാത്തത്, റൂഫിംഗ് ഷീറ്റ് മേടിക്കാനാണ് പൈസ ഇല്ലാത്തത്, ആണി അങ്ങനത്തെ കാര്യങ്ങൾക്ക് പൈസ ഇല്ലാത്തത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ബ്രിക്സ് ഉണ്ടാക്കണം കേട്ടോ. ഈ ഉണ്ടാക്കുന്ന ബ്രിക്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന ബ്രിക്സാണ്. ഇവരുടെ വീടാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ചുട്ടെടുക്കുന്ന ചുടുകട്ടകളാണ്. അത് പക്ഷേ വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ആവശ്യമായിട്ടുള്ള ബ്രിക്സ് പണി, ഈ ഫൗണ്ടേഷൻ ഉപയോഗിച്ച ബ്രിക്സിനൊന്നും നമ്മൾ പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇതെല്ലാം വില്ലേജിലെ ആളുകൾ നിർമ്മിച്ച ബ്രിക്സുകളാണ്. ഈ ബ്രിക്സുകൾ ഇവിടെ എത്തിക്കുന്നു, ബ്രിക്സ് കൊണ്ട് ഇവിടെ. അപ്പോൾ ഈ ബ്രിക്സിന് നമുക്ക് കോസ്റ്റ് ആവുന്നില്ല. അപ്പോൾ നമ്മുടെ ദേശം ഈ മേടിച്ച സിമെൻറ്റിന് പൈസയുണ്ട്, ഈ സാൻഡ് കൊണ്ടുവരുന്നതിന് പൈസയുണ്ട്, അതായത് സാൻഡ് ഇവിടെ എത്തിക്കണതിന് പൈസയുണ്ട്, ബ്രിക്സുകൾ വരണതിൽ പൈസയുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടെ എന്തൊരു ഹോസ് കട്ടുകളുണ്ട്, അതായത് കഴുത വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. കഴുത വണ്ടി, കാളവണ്ടി, നമ്മുടെ നാട്ടിലെ ആ ഒരു യുഗം ഇവിടെയാണ് ഉള്ളത്. ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടുകൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കും, അതിലൂടെ ബ്രിക്സുകൾ ഇവിടെ എത്തിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ഭയങ്കര സ്പീഡപ്പിൽ കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി പോലെ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇല്ലാതാവും. നമ്മളെ സംബന്ധിച്ചോളം കുറഞ്ഞ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വികസനങ്ങൾ കൊണ്ട്, അതായത് ഇവർക്കൊരു 50-50 പോലെ, അതായത് പകുതി ഇവരുടെ എഫേർട്ട്, ഇവരെ ഹ്യൂമൻ പവർ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ടാവും ഫ്രീ ആയിട്ട്. ഇപ്പം ഞങ്ങൾ കഷ്ടപ്പെട്ട് ബ്രിക്സ് ഒരു ദൂരത്ത് നിന്ന് ഏറ്റിക്കൊണ്ടുവന്ന് ഉണ്ടാക്കിയൊരു സ്കൂള്, അല്ലെ സാൻഡ് ഞങ്ങൾ ഉണ്ടാക്കിയത്, ബ്രിക്സ് ഞങ്ങൾ ഉണ്ടാക്കിയത്, ഇതിൻ്റെ പണിയിൽ ഞങ്ങൾ ഒരു 50% ഞങ്ങളുടെ ആളുകൾ ഫ്രീ ആയിട്ട് പണിയെടുത്ത് ഞങ്ങൾ നിർമ്മിച്ച സ്കൂള് എന്ന് അവരുടെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന കുട്ടികൾ പറയും ഞങ്ങൾ നിർമ്മിച്ച സ്കൂളാണിതെന്ന്. അപ്പം അതിനൊരു വാല്യൂ ഉണ്ട്. അതായത് ഇവർ കഷ്ടപ്പെട്ട് ഇവരെ വിയർപ്പ് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു സാധനത്തിന് ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെടുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു സ്കൂൾ ഉണ്ടാക്കുമ്പം മാതാപിതാക്കൾ എന്ത് ചെയ്യും? കുട്ടികളെ സ്കൂളിലേക്ക് വിടും. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് സ്കൂൾ നിർമ്മിച്ചത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. വിദ്യാഭ്യാസത്തിന് ഇത്ര കാര്യങ്ങളുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നമുക്ക് ഉയർന്നു വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ പാരൻസിനും ഇതിനകത്ത് പങ്കാളികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എഫേർട്ട് ഭയങ്കരമായിട്ട് വേണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു ബിൽഡിംഗ് നിർമ്മിക്കുക എന്നുള്ളതല്ല, ഒരു മാറ്റം വില്ലേജിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മൾ സ്ട്രഗിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ കൂടെ നിൽക്കില്ല. എങ്ങനെയാണ് ഇവർക്ക് വേണ്ട വിട്ടുകളാന്നൊക്കെ പറഞ്ഞ് പോകുന്ന ചില ആൾക്കാർ. പക്ഷേങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഇത് നമ്മൾ ഏറ്റെടുക്കുന്ന നമുക്ക് 100% അറിയാം ഇങ്ങനെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് വില്ലേജേഴ്സിനെ സംബന്ധിച്ചോളം. അവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്, പുതിയ അനുഭവമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെ ഇതുകൊണ്ട് നടക്കുമോ, അല്ലേ, അതൊക്കെ അവർ ചർച്ച ചെയ്ത് ഒരുപാട് ചർച്ചകളും, പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറച്ച് മനുഷ്യരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. അത് ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെഡ് മാസ്റ്ററൊക്കെ ആണെങ്കിൽ വളരെ രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് സംസാരിച്ച് ചർച്ചകൾ നടത്തി ഇവരെ ഇതിനകത്ത് കൊണ്ടുവരികയാണ്, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തിട്ട്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിക്കും അവിടെ എവിടെയും കണക്ട് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് കണക്ട് ചെയ്ത് വരില്ല, കാരണം നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കി വെച്ചോ എഴുതി വെച്ച് പഠിച്ച കാര്യങ്ങളല്ലോ പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിൽ എൻ്റെ മെമ്പറിൽ തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കും കേട്ടോ, എന്താ പറയുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് ഈ സ്കൂൾ എന്തായെന്നൊക്കെ ആൾക്കാർ ചോദിക്കും, ഇതിൻ്റെ പ്രോഗ്രസ് എന്തായെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉദ്ദേശിച്ച് വെച്ചാൽ ഈ ഒരു ഹൈറ്റിൽ ബ്രിക്സ് ഉണ്ടാക്കിയില്ലേ, ഇത് നമുക്കൊരിക്കലും ഒരു ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്കൂളിന് വർഷങ്ങളോളം നിലനിൽക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന അത്രയും ക്വാളിറ്റിയിൽ വേണം ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ബ്രിക്സ് കൊണ്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മൂലയിൽ ഇങ്ങോട്ട് വാ, ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ ബെൽറ്റ് വാർക്കും. ഇങ്ങനെ ഒരു നല്ല കമ്പിയിട്ട് നല്ലൊരു ബെൽറ്റ് വാർത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ താഴെ ഇവിടെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു ബീം പൊന്തിക്കും. ഒരു ബീം ഈ ഒരു കോർണറിൽ നിന്ന് ഒരു സ്ക്വയർ ബീം പൊക്കിയിട്ട് അത് ഈ സൈഡിൽ 2 സ്ക്വയർ ബീമുകൾ പൊക്കും. എന്നിട്ട് ഈ വരുന്ന ബീമുണ്ടല്ലോ ഈ പില്ലറിലേക്ക് കൊണ്ട് കയറ്റും. അപ്പം വെയിറ്റ് എടുക്കാൻ പോകുന്നത് ഈ പില്ലറായിരിക്കും.
ഈ ബീമും പില്ലറും ആയിരിക്കും. അതായത് സെൻറ്ററിലും ഉണ്ടാവും. ഇതേപോലെ ഈ സെൻറ്ററിൽ നമ്മളതുപോലെ ഇപ്പുറത്ത് 2 പില്ലറുകൾ കൊടുക്കും. ഇങ്ങനെ പില്ലർ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്ത് ഇതിൻ്റെ മുകളിലൂടെ നമ്മളൊരു ബീം ഓടിക്കും. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ബീം കൊടുക്കും. അങ്ങനെ ഇതിനെ വെയിറ്റ്, അതായത് ഈ ബ്രിക്സിനൊന്നും അത്രമാത്രം സ്ട്രോങ് അല്ല. ഈ ബ്രിക്സിനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ക്രാക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ വലിയ ക്ലാസ് റൂം നിർമ്മിക്കുമ്പോൾ ക്രാക്കും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ വലിയൊരു പില്ലറും ബീമും കൊണ്ടുവന്ന് നല്ല സ്റ്റീലിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്യും. ഇത് നമ്മളൊരു ബേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഫുള്ള് ഞങ്ങൾ കട്ട കെട്ടി ജസ്റ്റ് ഒരു ഫൂട്ടിങ് ഇടും. ഇതിൻ്റെ മേളിൽ ഫൂട്ടിങ് കൊടുത്തിട്ട് മേളിലേക്ക് ബ്രിക്ക് വർക്ക് ചെയ്ത് പൊക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വലിയ സ്ട്രോങ് ആണ് സാധനം. ഇവിടെ എല്ലാ ബിൽഡിങ്ങുകളും ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഇത് ജസ്റ്റ് ഒരു ബിൽഡിംഗ് അല്ല. നമ്മൾ പറയല്ലോ, ഇവിടുത്തെ ആളുകളെ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തി അവരെ ഹാർഡ് വർക്ക് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ശരിക്കും കോസ്റ്റ് വരാൻ പോകണം നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷനിലായിരിക്കും. ഫൗണ്ടേഷൻ നമുക്ക് ഒരിക്കലും ഒരു പില്ലർ കൊടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ വീണ്ടും ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൊരു പില്ലറും ബീമും കൂടെ കൊടുത്ത്, ഇത് ബീമിനടിയിൽ വരുന്ന ചെറിയൊരു ഫൗണ്ടേഷനാണ്. ഇത് ഫുള്ള് നമ്മൾ കെട്ടി മണ്ണൊക്കെ അങ്ങ് ഫില്ല് ചെയ്യും. മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒരു പില്ലറും ബീമും കൂടെ കൊടുത്ത് ഇതിനെ സ്ട്രോങ് ആക്കും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർലോക്ക് ബ്രിക്സ് വെച്ചിട്ട് അടിപൊളിയായിട്ട് പണിന്ന് പോകും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ സാധനത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ ഇൻ്റർലോക്ക് ബ്രിക്സിൻ്റെ കോർണറുകളുണ്ടല്ലോ, ഇപ്പോൾ ഇൻ്റർലോക്ക് ബ്രിക്സ് ചെയ്യുന്ന ഈ കോർണർ ഇവിടുന്ന് മുകളിലേക്ക് നമ്മൾ പില്ലർ കൊടുക്കും. ഈ എല്ലാ ഇൻ്റർലോക്കിൻ്റെയും കോർണറുകൾ നമ്മൾ പില്ലറിലാണ് നിർത്തുക. അപ്പം ഒരിക്കലും വെയിറ്റ് വരികയോ അതായത് കോർണറിന് പ്രശ്നങ്ങൾ വരികയോ ചെയ്യില്ല. ഇൻ്റർലോക്ക് ബ്രിക്സും നമ്മുടെ ബിൽഡിങ്ങും തമ്മിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നല്ല സ്ട്രോങ് ആയിരിക്കും. എല്ലാ കോർണറിലും നമ്മൾ എല്ലാ ക്ലാസ് റൂമുകൾക്കും ഒക്കെ എവിടെയാണോ ജോയിൻറ്റ് വരുന്നത് ഈ ജോയിൻറ്റുകളെല്ലാം നമ്മൾ പില്ലറിലായിരിക്കും നിർത്തുക. പില്ലർ കൊടുത്തിട്ട് ആ പില്ലറിലായിരിക്കും വന്ന് ജോയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്വാളിറ്റിയിലുള്ളൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റും. അത് ഞങ്ങൾ ബ്രിക്ലേഴ്സ് നമ്മൾ ചോദിച്ചിരുന്നു. ബ്രിക്ലേഴ്സിന് ചോദിച്ചു നമ്മളിങ്ങനെ ചെയ്യുമ്പം അടിയിൽ ഒരു ബെൽറ്റ് കൊടുക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ചെയ്യുക, പിന്നെ നമുക്ക് പില്ലറും ബീമും അതിൻ്റെ മുകളിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ പ്ലാനിങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ സ്കൂൾ ഇപ്പോൾ ഞാൻ പറയാം, വലിയ വലിയ കമ്പനികളാണെങ്കിൽ, വലിയ ഫണ്ടിങ് ഒക്കെ ഉള്ള കമ്പനികളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, അവർ സിമെൻറ്റിൻ്റെ ബ്രിക്സ് ഇല്ലേ, നമ്മുടെ ഓളോ ബ്രിക്സ് പോലത്തെ ബ്രിക്സുകൾ ഉണ്ടാക്കിയിട്ട് സ്ട്രോങ് ബ്രിക്സ് ഉണ്ടാക്കി അതിലായിരിക്കും ബേസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് വലിയ പില്ലറിൻ്റെ ബീമിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു സ്ലാബ് കോൺക്രീറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് വർക്ക് എടുക്കുക ചെയ്യാം. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സിമെൻറ്റ് ബ്രിക്സ് അല്ല, കാരണം ഇവിടെ മണൽ കിട്ടൽ, സിമെൻറ്റ് ബ്രിക്സ് ഉണ്ടാക്കലൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് കാര്യമാണ്. അതുപോലെ തന്നെ അതെന്ന് പറയുമ്പം വില്ലേജേഴ്സിന് വലിയ ഇൻവോൾവ്മെൻ്റ് ഒന്നും അതിനകത്തില്ല, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അവർക്കൊരു വേറെ ക്ലാസ് റൂം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ കുറച്ച് പൈസ കിട്ടും, ഒരാളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ മാതൃകയിൽ അവർക്ക് പറയാൻ പറ്റും, ഞങ്ങൾ ഇങ്ങനെയാണ് ഒരു സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ടായത്, ഈ മാതൃകയിൽ ഞങ്ങൾക്ക് മറ്റൊരു ക്ലാസ് റൂം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് സിമെൻറ്റും ഇങ്ങനെ സാധനങ്ങളും മതി, ഇതുപോലെ തന്നെ ഞങ്ങൾ നിർമ്മിച്ചോളാം എന്ന് അവർക്ക് പറയാൻ പറ്റും. ഒരു മാതൃക നമുക്ക് ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. ആ മാതൃക പിന്തുടർന്ന് അവർക്ക് അവരുടെ വില്ലേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം വലിയ വലിയ കമ്പനികളാണ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അവർക്കാണെങ്കിൽ സിമെൻറ്റ് ബ്രിക്സ് ഒക്കെ ഉപയോഗിച്ച് ഭയങ്കര ഹൈ ക്വാളിറ്റിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ വലിയ കമ്പനികളോ ഒക്കെ മലാവിൽ വന്ന് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നമ്മളല്ലേ ബിൽഡോണിൻ്റെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞാൽ സിമെൻറ്റ് ബ്രിക്സാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു ഭയങ്കര ഹ്യൂജ് ഫണ്ടിങ് ഉപയോഗിച്ച് അവരൊരു ഓർഗനൈസേഷനാണ്, NGO പോലെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് അമേരിക്കയിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട്. അമേരിക്കയിലെ സ്കൂളിലെ കുട്ടികളൊക്കെ ഓരോ ഇയറിലും അവരുടെ ഒരു എന്താ പറയുക സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ ഇങ്ങനെ ആഫ്രിക്കൻ ഗ്രാമങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ഫണ്ട് ചെയ്യുന്ന പൈസ കൊണ്ട് നല്ല ആയിരക്കണക്കിന് ഡോളർ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും കുഞ്ഞു കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്യാനൊക്കെ പറ്റും നമുക്ക്. പക്ഷേ നമ്മളൊരു ഓർഗനൈസേഷനോ അല്ല, നമ്മളുടെ ലക്ഷ്യവും അതല്ല. കാരണം ഹ്യൂജ് ഫണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു സംവിധാനം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ നമ്മൾ മലയാളികൾ വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ല, സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ആരാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഒരു പോക്കും രീതിയും ഈ ഒരു രീതിയിലാണ്, ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ 2 ട്രിപ്പ് ബ്രിക്സ് കൊണ്ടുവന്നതാണ് ഈ കെട്ടിയിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള വീക്കിൽ ഇവിടുത്തെ ആളുകൾ കഴുത വണ്ടിയിൽ കൊണ്ടുവന്ന ബ്രിക്സുകളാണ് ഇത് ഇങ്ങനെ കൊണ്ടുവരുന്നത്. നമ്മൾ എവിടെയാണോ കൂടുതൽ ബ്രിക്സ് കിട്ടുക, കാരണം നമുക്കൊരു വണ്ടി കൊണ്ടുവരുന്ന ആവശ്യമുള്ള ബ്രിക്സുകൾ വേണമല്ലോ. അപ്പം ഇതൊക്കെ ഓരോ വില്ലേജിൽ കുറച്ച് ബ്രിക്സ് അവർ കൊണ്ടുവരുന്ന ഓരോ ഹോസ്പിറ്റലുകളിൽ അവിടേക്ക് വണ്ടി പോലത്തെ സ്ഥലങ്ങളുമുണ്ട്. അവിടെ നിന്നൊക്കെ ഹോസ്പിറ്റൽ കൊണ്ടുവരും കേട്ടോ. ഇതൊക്കെ അവർ കൊണ്ടുവന്നിട്ടേക്കുന്ന ബ്രിക്സുകളാണ് കേട്ടോ. അതുപോലെ തന്നെ കേട്ടോ അവിടെയുണ്ട് അങ്ങനെ ഒരുപാട് ബ്രിക്സുകൾ കൊണ്ടിട്ട് ഇത് മിക്സിലാണ്. അതായത് നമുക്ക് നമ്മുടെ ബീം ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ, നമ്മുടെ ബീമിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയുള്ള കല്ലുകൾ അവർ വില്ലേജസ് പൊട്ടിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മൾ വില്ലേജസിനോട് പറഞ്ഞിട്ടും
പൊട്ടിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇത്ര പോരാ, നമുക്ക് നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഭാഗത്തിന് കുഞ്ഞ് കഷ്ണമായിട്ട് ഇത് ഒന്നുകൂടെ പൊട്ടിക്കണം. അപ്പോൾ അവരോട് പറയണം ഒന്നുകൂടെ പൊട്ടിക്കണം എന്നല്ല. ഇതൊക്കെ നമുക്ക് നമ്മുടെ പില്ലറിനും ബീമിനൊക്കെ വേണ്ടിയിട്ടുള്ള കല്ലുകളാണ് മിച്ചിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ വില്ലേജേഴ്സ് ഇങ്ങനെ ഏൽപ്പിച്ചേക്കണം. അവർ ഓരോ ഭാഗങ്ങളായിട്ട് കൊണ്ടുവരും. ഇപ്പം 10-36 വില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ വില്ലേജുകളും ഓരോ ഭാഗം അവരെ ബ്രിക്സ് ഇത്ര ബ്രിക്സ് അവർക്ക് പറഞ്ഞിട്ടുണ്ട്. 20,000-30,000 ബ്രിക്സ് പറഞ്ഞിട്ടുണ്ടാവും. ഓരോ വില്ലേജും ആ ചീഫുമാർ അവരുടെ അണ്ടറിലുള്ള ആൾക്കാരെ കൊണ്ട് കൊണ്ടിരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിക്സുകളാണ്. അതേപോലെ ചില വില്ലേജസിന് സ്റ്റോണാണ് പറഞ്ഞേക്കുന്നത്, കോറി സ്റ്റോൺ. അത് പാറയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അവർ തന്നെ പൊട്ടിച്ച് വലിയ കല്ല് പൊട്ടിച്ച് അവർ ഇങ്ങനെ കോറി സ്റ്റോൺ ആക്കിയിട്ട് കൊണ്ടുവരും. പിന്നെ സാൻഡ് ഇപ്പോൾ വന്നത് തീർന്നിട്ടുണ്ട്. അവിടെ ഉണ്ട് കുറേ സാൻഡ് കേട്ടോ. പിന്നെ 2-3 ട്രിപ്പ് സാധനം അവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ പുഴയിൽ നിന്ന് വാരി എത്തിക്കുന്ന സാധനം. ഇവിടുത്തെ സാധനമൊക്കെ കഴിഞ്ഞു, ഈ സൈഡിലൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഫൂട്ടിങ്ങും ബ്രിക്ക് വർക്കും ഒരുമിച്ച് നടക്കുകയാണ്. ഇപ്പോൾ അത്രയും ഭാഗം, ആ ഒരു ഭാഗം മാത്രം അവർ ഫൂട്ടിങ് ചെയ്ത് ആ ഭാഗം കെട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടം ഭാഗം ഇനി കോൺക്രീറ്റ് ചെയ്യും. ജസ്റ്റ് ഒരു കുറച്ച് മെറ്റലിട്ടിട്ട് ചെറിയൊരു കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ബ്രിക്ക് വർക്ക് ചെയ്ത് ഇങ്ങനെ വരിക ചെയ്യാം കേട്ടോ. ഒന്നായിട്ട് ഫൂട്ടിങ് ചെയ്തിട്ടല്ല, കാരണം മെറ്റീരിയൽ ഇല്ല. നമുക്ക് ഒന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ഇപ്പോൾ ആൾക്കാർ ആവശ്യമുള്ള മെറ്റീരിയൽ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് കിട്ടുന്നതനുസരിച്ച് നമ്മൾ ചെയ്ത് പോകാം. ഒന്നിച്ച് ഫൂട്ടിങ് ചെയ്തിട്ട് നമുക്ക് ബ്രിക്ക് വർക്ക് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പം ഈ മെറ്റീരിയൽ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ ഭാഗം ചെയ്യും. അപ്പോൾ കട്ടയും അവിടേക്കുള്ള മെറ്റലും കിട്ടിയപ്പോൾ നമ്മൾ അതുകൊണ്ട് ആ ഒരു ഭാഗം ചെയ്തു. ഇനി ഈ ഭാഗം ഇങ്ങനെ ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ട്, പെട്ടെന്ന് പണി ഒരിക്കലും തീരില്ല കേട്ടോ. അത് ഒരു ചടപടാന്നുള്ള പരിപാടി കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു കമ്പനി പോലെ എല്ലാത്തിനും പൈസയ്ക്ക് ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അങ്ങനെ നടക്കുകയുള്ളൂ. ഇത് നമ്മളെ ഹെൽപ്പേഴ്സ് വില്ലേജസാണ്. ബ്രിക്ലേഴ്സിന് നമ്മൾ പൈസ കൊടുക്കും. ഒരു 10 ബ്രിക്ലേഴ്സിന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 10 ബ്രിക്ലേഴ്സിനുള്ള പൈസ നമ്മൾ കൊടുക്കും. ബാക്കി ഹെൽപ്പേഴ്സ് എല്ലാം വില്ലേജിലെ ആൾക്കാർ വന്ന് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ബ്രിക്ക് മേക്ക് ചെയ്യുന്നു. ഒരു ബ്രിക്സിന് നമ്മളിപ്പോൾ പൈസ കൂട്ടിയിട്ടോ. കാരണം ആദ്യം നമ്മൾ 20 കോച്ച്, ആദ്യം നമ്മൾ 10 കോച്ചായിരുന്നു. നടക്കില്ല എന്ന് മനസ്സിലായി. 20 കോച്ച് കൊടുത്തു. നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം അവർക്കൊന്നും കിട്ടുന്നില്ല ഒരു ദിവസം. കാരണം അത്രയും ബ്രിക്സ് ഉണ്ടാക്കി തീരാൻ കഴിയത്തില്ല. അതും ഒരു ദിവസം 500 ബ്രിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇത്ര എമൗണ്ട് അവർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങളാക്കി 40 കോച്ച് ഉണ്ടാക്കി. 40 കോച്ച് ഉണ്ടാക്കി ഞങ്ങൾ ആ ബ്രിക്ലേഴ്സിനോട് പറഞ്ഞു, ഹൈ ക്വാളിറ്റി ആയിരിക്കണം ബ്രിക്സ് എന്ന് പറയുന്നത്, സ്ട്രോങ് ആയിരിക്കണം. എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്ന ബ്രിക്സിനൊന്നും നമ്മൾ പൈസ തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റിയിൽ 40 കോച്ചയിൽ ഒരു ബ്രിക്സ് ഉണ്ടാക്കുന്നതിന് 40 കോച്ച എന്ന രീതിയിലേക്ക് ഇരട്ടിയായി കൊടുത്തു നമ്മൾ. അപ്പോൾ ഒരു ദിവസം ഒരു 250-300 ബ്രിക്സ് ഇങ്ങനെ അടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടി തീരും. 14 ദിവസം ക്യൂറിങ് പീരീഡ് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ആ ബ്രിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങളൂടെ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ വില്ലേജസിൻ്റെ നമ്മുടെ ഈ ഒരു സെക്കൻഡറി സ്കൂളിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റീൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരോട് വന്നിട്ട് മജാവോയും ഉണ്ട് അവിടെ. അപ്പോൾ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി, എല്ലാ ദിവസവും വർക്ക് എടുക്കാൻ വേണ്ടി. ബ്രിക്ലേഴ്സ് നമ്മൾ പറഞ്ഞില്ല, എക്സ്പേർട്ട് ആയിട്ടുള്ള ബ്രിക്ലേഴ്സ്. നമ്മൾ ആദ്യം നമ്മുടെ കിണറുണ്ടാക്കിയെടുത്ത ഒരു ബ്രിക്ലെയർ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ കിണർ വർക്ക് ചെയ്യുന്നത്, അവനും കൂടി വരുന്നുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്തിട്ട് വർക്ക് ചെയ്യുക. അപ്പം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ബ്രിക്ലെയറെ സംബന്ധിച്ചോളം ഇവിടെ പണി ഉണ്ടെങ്കിലും ഇല്ലായിരിക്കും അവർക്ക് പൈസ കൊണ്ടുവരും. അവരിപ്പോൾ പണി എടുത്താലും ഇല്ലെങ്കിലും അവർ പുറത്തുനിന്ന് വരുന്നതാണ്, ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ബ്രിക്സ് ഇത് പോരാ, നിങ്ങൾ കഴിയുന്നതിന് നിൽക്കരുത്, ബ്രിക്സ് കൂടുതൽ കൊണ്ടുവന്ന് കൂട്ടുക. ഇവിടെ ഒരു 10-30,000 ബ്രിക്സ് എങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ വർക്ക് തീരുള്ളൂ. ചെറിയ ബ്രിക്സുകളാണ്. അപ്പോൾ 10-30,000 ബ്രിക്സിന് വേണം. കാരണം നമുക്ക് 40 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുള്ള ഒരു ബിൽഡിങ്ങാണ് വരുന്നത്. അത് 4 ക്ലാസ് റൂമുകളുള്ള ഒരു ബിൽഡിങ്ങാണ് വരുന്നത്. അവിടെ അത്രയും ബ്രിക്സിനധികം ആവശ്യമുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഓഫീസ് റൂം, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിന് കഴിഞ്ഞാലാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ എല്ലാവരും നമ്മുടെ സ്കൂളിൻ്റെ ഒരു അപ്ഡേഷനൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ട് നമ്മുടെ ഈ സ്കൂളിൻ്റെ അപ്ഡേഷനിൽ കാണിക്കാനുള്ളൂ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും തീർക്കും. തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മലാവി ഡയറി ഒരു പ്രൊജക്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർക്കും. സമയം എടുത്തെങ്കിലും നമ്മൾ നല്ല ക്വാളിറ്റിയിൽ സംഭവം തീർക്കും. പക്ഷേ ക്ഷമയോടെ പതുക്കെ എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ പോകണം. നമ്മളിത് ആദ്യമായിട്ട് വരികയാണ്. എഡ്യൂക്കേഷൻ അത്രമാത്രം പ്രാധാന്യം കൊടുക്കാത്തൊരു മനുഷ്യരുടെ മുമ്പിലേക്ക് ചെന്നിട്ട് നമ്മൾ സെക്കൻഡറി സ്കൂള്, നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം. ഇപ്പോൾ ഞങ്ങളുടെ ആദ്യം ഒരു ചോദിച്ചൊരു കാര്യം തരുമോ, പഠിച്ചിട്ട് ഇവരെന്ത് ചെയ്യും ബാക്കി? അതെ, അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇത്. ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് ഒരു എന്താ പറയുക, പഠിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, അവർ പഠിച്ചാൽ അവർക്ക് എന്തെങ്കിലും കിട്ടും, അങ്ങനത്തെ ഒന്നും ചിന്താഗതി ഇല്ല. അവർ പഠിക്കാത്തത് കൊണ്ട്
എന്താണ് വിദ്യാഭ്യാസം എന്നുള്ളൊരു കാര്യം പോലും ഇവിടുത്തെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ വില്ലേജിൽ നിന്ന് ലോങ്ങെ പോയിട്ട് ജോലിയാണ്, ഇല്ലെങ്കിൽ എന്ത് ജോലി കിട്ടും ഇത് പഠിച്ചിട്ട്? ഈ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം വേണം, അതിന് ഭയങ്കര പൈസയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചിസില വില്ലേജിൽ നമ്മുടെ ജിഫ്റ്റർ പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ജിഫ്റ്ററിന് ഞങ്ങളൊരു സ്പോൺസറെ കണ്ടെത്തി. ജിഫ്റ്റർ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. അത് മലാവിലെ ഏറ്റവും നമ്പർ 1 കോളേജിൽ പഠിക്കുന്നത്. ഞങ്ങൾ ഈ സ്കൂളും പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടുന്ന സാമ്പത്തികമായി താഴെ നിൽക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഞങ്ങൾ ചെയ്യും. ആദ്യം നോക്കേണ്ടതാണ്. അതപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സംസാരിക്കാനും പറ്റില്ലേ? നിങ്ങൾക്ക് ആർക്കും ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കാര്യങ്ങൾ പറയാനെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം? വിദ്യാഭ്യാസം വേണം. അതാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് പല ഐഡിയാസ് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് പല കാര്യം, കൃഷിയിലാണെങ്കിൽ നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ വിദ്യാഭ്യാസം ഉണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവും, കുറച്ച് ആൾക്കാർ ഇവിടൊന്നും കാര്യമില്ല, പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയും. കുറെ പേരെ പഠിപ്പിച്ച ആൾക്കാരുണ്ട്. ചില ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഇല്ലാത്ത പൈസ കൊടുത്ത് പഠിപ്പിച്ചു, എന്നിട്ട് ഇപ്പോഴും അവർ ഇതേപോലെ ഈ വില്ലേജ് തന്നെ കൃഷി ചെയ്ത് നടക്കുകയാണ്, മണ്ണ് കൂത്തി നടക്കുന്നു, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾ പറയാം അവർക്ക് അത്യാവശ്യം സംസാരിക്കാൻ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ടീച്ചേഴ്സ് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവരിലേക്ക് എത്തണം ശരിക്കും വേണ്ടി, അപ്പോഴേ അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ എല്ലാവരും മീറ്റിംഗ് കൂടുന്നുണ്ട്. കണ്ടോ എവിടെ ഇപ്പോൾ ഇവിടെ ആയിട്ട് ഈ സ്കൂളൊക്കെ നമ്മൾ പെയിന്റ് അടിച്ചു കേട്ടോ. നമ്മുടെ പെയിന്റിങ്ങിന്റെ കുറച്ചുകൂടെ പണിയുണ്ട്. അതിന്റെ ബോർഡ് പെയിന്റിങ് ആയത് അതൊക്കെ പെയിന്റ് അടിച്ചു. ഇനി ഇതിന്റെ വാള് പെയിന്റ് അടിക്കാൻ എന്റെ ബ്രിക് സീലർ കഴിഞ്ഞു, കുറച്ചും കൂടി മേടിച്ചു കൊണ്ടുവരണം. അപ്പം അതിന്റെ കുറച്ചുണ്ട്. പിന്നെ ചിത്രം വരേനെ ബാക്കിയുണ്ട്, ചങ്ങായി വന്നിട്ടില്ലല്ലോ. അതെ, പിന്നെ കാണാനില്ല. കുറച്ച് വരച്ചിട്ട് പിന്നെ അവനെ കാണാനില്ല, വിളിച്ചു കിട്ടുന്നില്ല. അപ്പോൾ അവൻ ബിസിയാണെന്ന് പറഞ്ഞു. കാരണം അല്ലേ ഈ വില്ലേജിൽ വന്നിട്ട് പണിയെടുക്കണമല്ലോ. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചോളം ഇങ്ങോട്ട് വരാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും പണിയുണ്ട് അവർ വരത്തുമില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പെയിന്റിങ് ബാക്കി ഉള്ളെല്ലാം കഴിഞ്ഞിട്ടോ, ഉള്ളു കഴിഞ്ഞു. പിന്നെ ഈ മോൾ ഭാഗത്തുള്ള മഞ്ഞ കളർ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഒരു ക്ലാസ് റൂമിന്റെ നിലം കൂടി ഉണ്ട് കേട്ടോ. കാരണം അത് ഇവിടെ ഒരു ബിൽഡോണ് എന്താ കട്ട ഉണ്ടാക്കിയെന്നില്ല. അപ്പൊ അവര് കട്ട എല്ലാം പാടി ഈ ഒരു ക്ലാസ് റൂമിന്റെ ഉള്ളിൽ അടുക്കി വെച്ച്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി അതും കൂടി ചെയ്യണം. അതൊക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ ചടപടെ ഇറങ്ങാണ്ട് തീർന്നു പോകും. നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് കട്ട ഉണ്ടാക്കിയിട്ട് ഈ ഫൗണ്ടേഷൻ സെറ്റ് ആക്കണം, അതങ്ങോട്ട് ഉയർത്തി പൊക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് സമയത്ത് നമ്മുടെ ഫുഡ് ഫീഡിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യൂലേ? അതെ, അതിന്റെ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം വൃത്തിയായി. ഇപ്പൊ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു തോന്നുന്നു. ഇപ്പൊ വെക്കേഷനാ, സ്കൂൾ വെക്കേഷനാ. അതെ, 2 മാസം ക്ലാസ് ഇല്ല. അതെ, അപ്പൊ ആ സമയം ഒരു തുറന്നു വന്നാലും ഇനി എല്ലാവർക്കും ഫുഡും കൊടുത്ത് എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങും. പിന്നെ കുറച്ചും കൂടി നാൾ കഴിയുമ്പോൾ നമ്മൾ സ്കൂളൊക്കെ സെറ്റ് ആക്കും. ഉണ്ടാക്കി ബ്രിക്സ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് കാണാത്ത ആൾക്കാർ, ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഫീഡിംഗ് പ്രോഗ്രാം എല്ലാ ദിവസവും ഇവിടുത്തെ കുട്ടികൾ 850 കുട്ടികൾക്കും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂട്രീഷൻ ഫുഡ് കിട്ടുന്ന ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിർമ്മിച്ച കിച്ചൺ ആയിരുന്നു ഇത്. കിച്ചണിൻ്റെ പണി എല്ലാം കഴിഞ്ഞു. ഇനി ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് നെറ്റ് അടിക്കണം. ഇവിടെ പ്രായങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഇത് നമ്മൾ നെറ്റ് അടിച്ച് വൃത്തിയാക്കണം. അത് നമുക്ക് ബാക്കിയുണ്ട്, നമ്മൾ അടുത്ത് ചെയ്യും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. ഇവിടെ ഫുഡ് വിളമ്പാൻ, അവിടെ കിച്ചൺ. അങ്ങനെയാണ്. ഇവിടെ നിന്ന് അറിയോ നമ്മൾ ഉണ്ടാക്കിയ ബ്രിക്സുകൾ പ്ലാസ്റ്റിക്കിന് മൂടിയിട്ട് കണ്ടോ, നല്ല കോട്ടിലെ ബ്രിക്സ് കേട്ടോ, ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ബ്രിക്സ് വേണ്ട. നമ്മൾ ഉണ്ടാക്കി ഇൻ്റർലോക്ക് ബ്രിക്സ് കേട്ടോ, അത്യാവശ്യം സൈസല്ല, നല്ല ബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സ്ട്രോങ് ആണ്. ഇപ്പോൾ 14 ദിവസത്തെ ക്യൂറിങ് കഴിഞ്ഞിട്ടുള്ള ബ്രിക്സാണ്. ഹൈ ക്വാളിറ്റിയാണ് ബ്രിക്സ്, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആദ്യം കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടാവില്ല, പക്ഷേ നല്ല ക്വാളിറ്റിയാണ് സാധനം. ഒരു ശരിക്കും ഒന്ന് കാണിച്ചു കൊടുക്ക്, എല്ലാ എൻഡും കാണിച്ചു തരാം കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. ഇതാണ് നമ്മുടെ ബ്രിക്സ്. ഇതുപോലെ ഇപ്പം ഒരു ഏകദേശം 1000-ഓളം ബ്രിക്സ് ആയില്ലേ? 1000-ഓളം ബ്രിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുണ്ടാക്കിയ സമയത്ത് നമ്മൾ 20 കോച്ചായിരുന്നു ഒരു ബ്രിക്സിന് കൊടുത്തിട്ടോ. അപ്പോൾ 20 ബ്രിക്സ് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കാരണം ആ മെഷീനിൽ എടുക്കുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കും. കാരണം ഇവർ ഭയങ്കര സ്പീഡാക്കുമ്പോൾ തന്നെ മെഷീൻ കടയിൽ പോകും, അവിടെ വിടാൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സമയം എടുത്ത് ചെയ്തോ, ഒരു ദിവസം നമുക്കൊരു 250 ബ്രിക്സ് എങ്കിലും ഉണ്ടാക്കണം. ഒരു ബ്രിക്സിന് 40 കോച്ച് വെച്ച് തരാം. 20 എന്നുള്ളത് കാരണം എന്നാലേ അവർക്ക് ഒരു ദിവസം എന്തെങ്കിലും വരുമാനമായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇവരോട് നിന്ന് കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ടേ കിട്ടത്തുള്ളൂ. ഒരാൾക്ക് 4 പേരെങ്കിലും വേണം ബ്രിക്സ് ഉണ്ടാക്കാൻ, ഒരാൾ കൊണ്ടുവെക്കാൻ. പിന്നെ ക്യൂറിങ് ചെയ്യാൻ ആൾക്കാർ 7 ദിവസം ക്യൂറിങ് ചെയ്യണമല്ലോ. 7 ദിവസം ക്യൂറിങ്, അടുത്ത 7 ദിവസം റെസ്റ്റ് ടൈമായിട്ട് ഇരിക്കും വേണം. അപ്പോൾ അത് കാരണം ആണ് അങ്ങനെ ഞങ്ങൾ ഒരു 40 കൂടെ കോച്ചിങ് കൂടെ കൂടുതൽ കൊടുത്ത് കുറച്ചുകൂടെ സ്പീഡാക്കാൻ വേണ്ടി നോക്കാം. അപ്പം ബ്രിക്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10,000 ബ്രിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വർക്ക്. 10,000 വേണം, 5,000 ആയി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ 7 ദിവസം കൊണ്ട് വന്നോളും. ഇത് ഓക്കെയാണ്, സ്ട്രോങ് ആണ്.
അപ്പം നമ്മളിങ്ങനെ ബ്രിക്സ് ഉണ്ടാക്കിയിട്ട് മുകളിൽ ഷീറ്റ് വിരിച്ചിടുകയാണ് കേട്ടോ ചെയ്യുക. നമ്മളെന്താ അറിയോ, ഇതിങ്ങനെ ഷീറ്റ് കവർ ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ഈർപ്പം കൊണ്ടുണ്ടല്ലോ ബ്രിക്സ് നല്ല സ്ട്രോങ് ആവും. അതായത് നമുക്ക് ഞാൻ നാട്ടിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ഹൗസുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. പുള്ളിയായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടാണ് എന്താ പറയുക ഇങ്ങനത്തെ ബ്രിക്സിൻ്റെ സ്ട്രോങ്ങും കാര്യങ്ങളും എങ്ങനെ ഇത് ക്യൂറിങ് ചെയ്യണം, എങ്ങനെ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പുള്ളിയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ബ്രിക്സ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്കിനി മീറ്റിങ്ങിന് ആൾക്കാരെ കാണാം, എന്താണ് അവരുടെ തീരുമാനമൊക്കെ ചോദിച്ചാലോ. ഞാൻ ഇവരെങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ നിർത്തി പോവാണ്, അടുത്ത സ്ഥലത്ത് പോവാണ്, ഞങ്ങൾ നിർത്തിയ പരിപാടി, ഞാൻ മെഷീൻ എടുത്തുകൊണ്ട് പോകും, സിമെൻറ്റ് എടുത്തു പോകുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ സീരിയസ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു. വില്ലേജസ് ആണല്ലോ, ഇവരെ സംബന്ധിച്ചോളം നമ്മൾ നിർത്തി പോകുന്നത് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ മജാനോട് ഇവരെ വിളിച്ച് പറയാം, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ സിമെൻറ്റൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പോവാണ്, നിങ്ങൾ പണിക്കാർ സ്ട്രോങ് അല്ല എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്ന് അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ കൂടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചാൽ മാത്രമേ എടുക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വാല്യൂ, ഒരു സ്കൂളുണ്ടാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എന്താണെന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാ 90% ആൾക്കാർ. 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് മക്കൾ രക്ഷപ്പെടുന്നോ നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ. അപ്പോൾ ക്ലാസ് റൂമിൽ നിങ്ങൾ കുറച്ച് ബ്രിക്സ് കണ്ടില്ലേ, ഇതിവിടെ പുറത്ത് അത് ആദ്യം ഉണ്ടാക്കിയ ബ്രിക്സാണ്. ഇപ്പോൾ ഈ പുറത്തുള്ളത് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, 7 ദിവസം കണ്ടായി. 14 ദിവസമാണ് നമ്മുടെ ക്യൂറിങ് പീരീഡ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മൂടി വെച്ചേക്കാണ്. ഇതിപ്പോഴും ഇന്ന് വെള്ളം നനച്ചിക്കണല്ലേ, ഇത് 7 ദിവസമായല്ലോ. അപ്പോൾ ഇന്നും കൂടെ ഒരു വെള്ളം നനച്ചിട്ടുണ്ട്, കാരണം അവിടെ വെള്ളത്തിൻ്റെ ഇത് കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാതെ 7 ദിവസം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊക്കെ നമ്മൾ അടിച്ചിട്ടുള്ള മണ്ണാണ് കേട്ടോ. ട്രിപ്പ് ഒരു വണ്ടി വിളിച്ച് നമ്മൾ മണ്ണടിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മെഷീനൊക്കെ ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പുറത്തും കുറച്ച് നമ്മൾ ബ്രിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കും. നമുക്ക് ചോദിച്ചു നോക്കാം ഞാൻ എന്തൊക്കെയാണ് അവർ തീരുമാനിച്ചതെന്ന്. അപ്പോൾ അവർ സംസാരിച്ച് ആരുടെ ചോദിക്കുമായിരുന്നു മജാവിനോട്, എന്താണ് അവർ സംസാരിച്ചത്, എന്താണ് സ്പീഡാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റൊക്കെയാണ് കേട്ടോ ഇവിടെ. നമ്മളൊരു തണലത്താണ് ഇരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന മണ്ണൊക്കെ നമ്മൾ 3 ട്രക്ക് അടിച്ച മണ്ണ. 3 ട്രക്കും ഒരു ഓസ്കട്ടും അല്ലേ? അല്ല, 4 ട്രക്കും ഒരു ഓസ്കട്ടുമാണ്. ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഒരെണ്ണം അടിച്ചു, പിന്നെ കഴിഞ്ഞ ദിവസം 3 അടിച്ചു. അതെ, ഇത് പിന്നെ നമ്മൾ അരിച്ചിട്ടേക്കുന്ന മണ്ണാണ്, ഇത് അരിച്ചിട്ടുള്ള മണ്ണാണ്, അത് അരിക്കാനുള്ള മണ്ണാണ്. അവിടെയാണ് ബ്രിക്സ് ഉണ്ടാക്കുന്നത്. ഇവിടെയും കുറെ ബ്രിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ബ്രിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മള് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട ബ്രിക്സ് ആണ്. അതിന്റെ മുകളിൽ പുല്ലൊക്കെ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ മീറ്റിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ മീറ്റിങ്ങിൽ ഇവരോട് സംസാരിച്ചു. അപ്പോൾ ഇവർ ഞങ്ങൾ പറഞ്ഞ് നിർത്തി പോകുന്നത് ചെയ്യല്ലേ, ഞങ്ങൾക്ക് ഇതിൻ്റെ വില്ലേജിലെ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു എന്താ ഇമ്പോർട്ടൻസ് മനസ്സിലാവാത്തതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞിപ്പോൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുണ്ട്. തിങ്കളാഴ്ച തൊട്ട് എല്ലാവരും ഫുള്ളി വർക്ക് ആയിട്ടുണ്ടാവും. പിന്നെ അവർ പറഞ്ഞു വെച്ചാൽ ബിൽഡോണിൻ്റെ വർക്കില്ലേ, അതും ഇതേപോലെ വില്ലേജേഴ്സ് ഹെൽപ്പ് ചെയ്യണം. പ്രധാന പണിക്കാരെ മാത്രമേ ബിൽഡോണും കൊടുക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ തിരക്കിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പണി കുറച്ച് ഡിലേ ആയി പോയത്. അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ എത്തിച്ച് പണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം ആക്റ്റീവ് ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എന്താ പറയുക, ഇവരെ വാക്കോട് കേൾക്കാം. ഞങ്ങൾ 2 ദിവസം സമയം തരുന്നു, നിങ്ങൾ വേഗം റെഡി കൊടുക്കണം. ബ്രിക്സ് ഒക്കെ ആണെങ്കിലും ഉച്ചവരെയൊക്കെ ബ്രിക്സ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉച്ചവരെ അല്ല, രാവിലെ ഒരു വൈകുന്നേരം വരെയും ബ്രിക്സ് നിർമ്മാണം നടത്തിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രിക്സിൻ്റെ പൈസ കൂട്ടി തന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എഗ്രി ചെയ്തു. ഈ ഒരാഴ്ച ഞങ്ങൾ ഇവർക്ക് സമയം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സമയം കൊടുക്കാമെന്ന് വെറുതെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ വധിച്ച് ചിസയിലൊക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ. എന്നിട്ടാണ് ഇവരെ പേടിപ്പിച്ച് നിർത്തി പോകണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ തെറ്റിയൊക്കെ പോയിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ അവർ നമ്മളെ തിരിച്ചു വിളിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞപ്പോൾ ഇവർ എല്ലാ പരിപാടിയും മാറ്റിച്ച് വന്നേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഇവർ പറഞ്ഞു ഞായറാഴ്ച എല്ലാവരും പല പല വഴി പോവും, പള്ളിയിലായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പോകണേ കൊണ്ടാണ് ഞായറാഴ്ച. അപ്പോൾ തിങ്കൾ മുതൽ ശനി വരെയും കംപ്ലീറ്റ് പണിയാൻ തയ്യാറാണ്. അപ്പോൾ ബ്രിക്ലേസ് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ ബ്രിക്ലേസിനെ വിളിച്ചു. അവരിവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വീടും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റേ ചെയ്യാനുള്ള വീട്, അവർക്കുള്ള ഫുഡ് ഒക്കെ വില്ലേജുകാർ സെറ്റ് ചെയ്ത് കൊടുക്കും. സീമയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ മെയ്സിൻ്റെ സമയമല്ലേ, ഞാൻ പറഞ്ഞു മെയ്സ് മേടിക്കാനുള്ള പൈസ എന്ന് വെച്ചാൽ വേണ്ട, മെയ്സൊക്കെ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. എല്ലാ വില്ലേജിൽ നിന്നും മെയ്സ് അതിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ബ്രിക്ലേസിന് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം
നമുക്ക് എന്തായാലും ഇനി കുറച്ചുകൂടെ വേറെ മഴയ്ക്ക് മുമ്പ് ഇതിനെ ഒരു ലെവലെത്തിക്കണം. നമ്മൾ മഴയാവുന്നതിന് മുമ്പ് ഡിസംബറിൽ ഇവിടെ മഴ തുടങ്ങും. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ ഡിസംബർ മാസത്തിൽ മഴ തുടങ്ങും. അപ്പൊ അതിന്റെ മുന്നേ ബ്രിക്സിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് റൂഫ് വർക്കിന്റെ അവിടെ എത്തണം. നമ്മൾ റൂഫ് കഴിയണം. മഴ പെയ്യുന്നതിന് മുമ്പ് റൂഫ് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മൾ സേഫ് സോണിൽ നിൽക്കുള്ളൂ. ഇന്റർലോക്ക് ബ്രിക്സിന്റെ ബിൽഡിംഗ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂഫിന്റെ വർക്കും കൂടെ തീർത്ത് കംപ്ലീറ്റ് ആക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ പില്ലർ ഉണ്ടാക്കാനുണ്ട്, ബീം അടിക്കാനുണ്ട്. മറ്റു ബിൽഡിങ്ങുകൾ പോലെയല്ല, ഇതിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് തുടങ്ങാൻ പറ്റില്ല. നമുക്ക് ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ടോപ്പിൽ നമ്മൾ പില്ലറും ബീമൊക്കെ വാർത്തിട്ടാണ് ഈ സാധനം നിർത്താൻ പോകുന്നത്. മേളിലേക്കും പില്ലർ പോകണം, അങ്ങനെ കുറേ പണിയത്തുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, കുറച്ച് റിസ്കി പരിപാടിയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഞങ്ങൾ എല്ലാ ദിവസവും സ്വിമ്മിങ് കോൺടാക്ട് ചെയ്തു ഇവരെ. എല്ലാ ദിവസവും വിളിച്ച് പറഞ്ഞ് നമുക്ക് ഭ്രാന്ത് വരുന്ന ചില സമയത്ത് ഇവർ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് വന്നില്ല എന്ന് പറയും. ടീച്ചേഴ്സിനെ ഒന്നും പറയാൻ പറ്റില്ല. ടീച്ചേഴ്സ് ആണെങ്കിൽ ഒന്നും നമ്മൾ ഇത് ഒഴിവാക്കുകയേ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ കാലുപിടിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് അവർക്കറിയാം നന്നായിട്ട്. അവരതിനു വേണ്ടി നമ്മളെ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വലിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ ആകെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ ഞായറാഴ്ചകളിൽ 2, 3, 4 വീഡിയോസ് എടുത്ത് വെക്കലാണ്, ഇങ്ങനെ ആഴ്ചയിൽ 3 ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച ഞങ്ങൾ ഈ ഒരു ബ്രിക്സിൻ്റെയും സ്കൂളിൻ്റെയും പുറകെ ആയതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് വീഡിയോസ് ഒന്നും ഉണ്ടാവാഞ്ഞത്. അപ്പം ഇനി പതിയെ ഓരോ വീഡിയോസ് വരും. അപ്പം ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ.